എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വളരെ കാലങ്ങൾക്ക് മുമ്പ് മാവോ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. മാവോ പറഞ്ഞ വളരെ ലളിതമാണ്. ജനങ്ങളെ കേൾക്കണം എന്നാണ് മാവോ പറഞ്ഞത്. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. ജനങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതെന്തിനാടാ? പുതിയ പാരയായിരിക്കും. ജനങ്ങളെ കേൾക്കാൻ തയ്യാറായാൽ മാത്രമാണ് ഏത് പാർട്ടിക്കും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതിന്റെ പ്രത്യേകത നമ്മൾ എടുക്കേണ്ടതില്ല. ഏത് പാർട്ടിക്കും മുന്നോട്ട് പോകാനായിട്ട് കഴിയണമെങ്കിൽ ജനങ്ങളെ കേൾക്കണം എന്നുള്ളതാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികാരം എന്താണ്? VIP കൾച്ചർ എന്ന് പറയുന്നത് വേണ്ട. ജനങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താണ്? മന്ത്രിമാർ എഴുന്നള്ളുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും ലളിതമായ മനുഷ്യാവകാശ ലംഘനം. മനുഷ്യാവകാശ ലംഘനങ്ങളെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയില്ല. പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ കേഡർ എന്ന നിലക്ക് നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹം പാർട്ടി കമ്മിറ്റികളിൽ ചിലപ്പോൾ അത് സമ്മതിച്ചേക്കാം. പക്ഷെ പുറത്തിറങ്ങി വന്നു നിന്ന് അദ്ദേഹം തീർച്ചയായിട്ടും അതിനെതിരെ സംസാരിക്കും. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. നമുക്ക് ദാമോദരന്റെ കാര്യം അറിയാം. പാർട്ടിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വന്ന് ഛർദ്ദിക്കുകയാണ് ചെയ്തത് ചന്ദനത്തോപ്പ് വെടിവെപ്പിന്റെ കാര്യം. ഇതൊക്കെ എത്രയോ പാഠങ്ങളാണ് പാർട്ടിക്ക് എക്കാലത്തും നൽകപ്പെട്ടിട്ടുള്ളത്. ആ പാഠങ്ങൾ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. ഇപ്പൊ ഞാനൊരു അധ്യാപകനാണ്. എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി തെറ്റ് ചെയ്താൽ എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ ചൂരലിനടിച്ച് ശിക്ഷിക്കാം. പിണറായി വിജയനെ ചൂരലിനടിക്കാനായിട്ടുള്ള ശേഷിയുള്ള ഒരു അതോറിറ്റിയും ഈ പാർട്ടിക്കകത്ത് ഇല്ലാത്തതിന്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ദുരന്തമാണ് ഇത് എന്ന് എത്രയോ വട്ടം നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം. ഗോവിന്ദൻ മാസ്റ്റർ, KK രാഗേഷ്, ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത്, ഒരു പാർട്ടിയുടെ അനുഭാവിയായി ഞാൻ CPM-നെ അനുഭാവിയായിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം എന്താണ്? എൻ്റെ നേതാവ് ബുദ്ധിമാനായിരിക്കണം എന്നുള്ളതാണ്. എൻ്റെ നേതാവ് സർഗാത്മകമായിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ്. എൻ്റെ നേതാവിനെ കുറിച്ച് എല്ലാ ആളുകളും നല്ലത് പറയണം എന്നുള്ളതാണ്. എൻ്റെ പാർട്ടിയെ കുറിച്ച് നല്ലത് പറയണമെന്നാണ്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു? കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. അതിന് പകരമായിട്ട് ആളുകൾ മുഴുവൻ നിരന്ന് നിന്ന് പാർട്ടി നേതാക്കളെ അപഹസിക്കുന്നു, കളിയാക്കുന്നു, മണ്ടൻ, ഇങ്ങനെയൊക്കെ പറയുന്ന തരത്തിലേക്ക് നേതൃത്വം മാറും. പഴയ കാലത്ത് ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവും മണ്ടനാണ് എന്ന് സമൂഹം പറഞ്ഞു. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ വളരെ കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളും ഇച്ഛാശക്തികളും സ്വാംശീകരിച്ച് അതിനനുസരിച്ച് സമൂഹത്തെ ചലിപ്പിക്കുകയും സമൂഹത്തെ മാറ്റുകയും സമൂഹത്തെ പ്രയോഗിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന അസാധാരണമായിട്ടുള്ള വ്യക്തിത്വങ്ങളായിരുന്നു. ആ വ്യക്തിത്വങ്ങളാണ് ഒറ്റമുണ്ടെടുത്തും നഗ്നപാതരുമായിട്ട് കേരളത്തിൽ മുഴുവൻ നടന്ന മനുഷ്യരുടെ അംബാസഡറായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംബാസഡറായിട്ട് ഗുഡ് വിൽ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറിയിരുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യുന്ന ലീഡേഴ്സ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയനും അതുപോലെ ഗോവിന്ദ മാസ്റ്റർക്കും എതിരെ ജനം ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? പാർട്ടിയുടെ പ്രവർത്തകർ സംസാരിക്കുന്നത്, ജില്ലാ കമ്മിറ്റികൾ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഗുഡ് വിൽ ക്രിയേറ്റേഴ്സ് അല്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വട്ടം സംഭവിച്ചു, പിന്നീട് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. അത് തിരുത്തണ്ടേ? ഇത് കേരളമാണ്. നമ്മൾ സ്വയം തിരിഞ്ഞില്ലെങ്കിൽ മീഡിയയും ജനങ്ങളും കൂടി ബലമായി ഏറ്റവും പ്രധാനപ്പെട്ടത് അധികാരം തലക്ക് പിടിച്ച് വളരെ അഹങ്കാരം കൊണ്ട് ജനസമൂഹത്തിന് നേരെ തിരിയുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു നേരത്തെ നടത്തിയ അക്രമങ്ങളെ മുഴുവനും രക്ഷാപ്രവർത്തനം എന്ന് വ്യാഖ്യാനിക്കുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരിക്കലും കഴിയാത്തതായ ഒരു പ്രവൃത്തിയായിരുന്നു അത് എന്തുകൊണ്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും ഒന്നും തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ആ ഒറ്റ വാചകം തിരുത്തിയിരുന്നെങ്കിൽ കേരളത്തിൽ തിരിച്ചു വരാനായിട്ടുള്ള വഴികൾ തന്നെ തുറക്കുമായിരുന്നു പാർട്ടി എന്നുള്ള ആ ഒറ്റ വാചകത്തിന്റെ ഗൗരവം അതെത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്രമാത്രം ഏകാധിപത്യപരമായിട്ടുള്ള ഒന്നാണ്, എത്രമാത്രം മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഇവിടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് കൃത്യമായ പ്രതിപക്ഷത്തിന്റെ ജോലി നിർവഹിച്ചില്ലെങ്കിൽ മറ്റൊരു പ്രതിപക്ഷം ഇവിടെ മുന്നിലേക്ക് വരാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? ഇത് CPM-നും അതുപോലെ കോൺഗ്രസിനും ഒരേപോലെ തന്നെ ബാധകമാണ്. നേരത്തെ രണ്ടുപേരേ ഉള്ളൂ.
ഇപ്പോൾ കളിക്ക് 3 പേരാണോ? അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. തെരഞ്ഞെടുപ്പിന്റെ തോൽവിയെ സംബന്ധിച്ചിട്ടുള്ള വിശകലനങ്ങൾ പാർട്ടിയുടെ പുറത്തു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. എത്രയെത്ര ഉദാഹരണങ്ങൾ, എത്രയെത്ര ചർച്ചകൾ ഇത് സംബന്ധിച്ച് പാർട്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഭരണതലത്തിൽ ഉണ്ടായിട്ടുള്ള ഇടതു നയ വൈകല്യങ്ങൾ തീവ്ര വലതുപക്ഷ പക്ഷത്തേക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയങ്ങൾ പോയതിന്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്കിപ്പോ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആർക്കും പറ്റും ഒന്നൊന്നുമല്ല പക്ഷെ അപ്പോഴൊന്നും അത് സംബന്ധിച്ച് സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന അർത്ഥത്തിൽ ഒരു വ്യാഖ്യാനമാണ് ഉണ്ടാകുന്നത്. 2, ഇത് ഇപ്പോ എടുക്കുന്ന പുതിയ ന്യായീകരണം എന്ന് പറയുന്നത് കളക്റ്റീവായിട്ട് ഞങ്ങൾ ഈ തോൽവിയെ പരിശോധിക്കുന്നു. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. പക്ഷെ ആ കളക്റ്റീവായിട്ടുള്ള തോൽവിയുടെ കാരണക്കാരനായി കഴിഞ്ഞ 10 കൊല്ലമായി ഈ പാർട്ടിയിൽ വന്നിട്ടുള്ള അപജയം ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അത് ഓരോ സെക്രട്ടേറിയറ്റിലും, എല്ലാ വെള്ളിയാഴ്ചകളിലും കൂടുന്ന സെക്രട്ടേറിയറ്റിൽ ഇന്ന നയ വ്യതിയാനങ്ങളുണ്ടെന്നും സഖാവ് പിണറായി വിജയന് ഇവിടെ തെറ്റുപറ്റി എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കുണ്ടായിരുന്നല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഇതൊന്നും ഏക്കൂല. അന്ന് അവരെവിടെയായിരുന്നു? ഇപ്പോഴാണോ അവർക്ക് സധൈര്യം ഈ കാര്യങ്ങൾ പാർട്ടി കമ്മിറ്റികളിൽ പറയുന്നതിനുള്ള ആർജവം ഉണ്ടായിരുന്നു? അശോക് ദാവ്ലെയുടെ നേതൃത്വത്തിൽ ഒരു വലിയ വിഭാഗം കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന കമ്മിറ്റിയിലും കേരളത്തിൽ പിണറായി വിജയന്റെ പോക്കിനെ സംബന്ധിച്ചും നിശിതമായ വിമർശനം PBയിൽ ഉന്നയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായി വരണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായി താത്വികമായി അടിസ്ഥാനമുണ്ടാവണം, രാഷ്ട്രീയ പാഠവും ഉണ്ടാവണം, സംഘാടന മികവുണ്ടാവണം, സമരോത്സുകതയുണ്ടാവണം. ഈ 4 ഗുണങ്ങളും ഒത്തിണങ്ങിയ അപൂർവം നേതാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലില്ല. അത്തരത്തിലൊരു നേതാവാണ് സഖാവ് അശോക് ദാവ്ലെ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. സഖാവ് അശോക് ദാവ്ലെയുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരാണ് ഇപ്പോ പാർട്ടി PBയിൽ സഖാവ് പിണറായി വിജയനെതിരെ ശക്തമായ ഭാഷയിൽ മറുപടി പറയുന്നതിനും എതിർക്കുന്നതിനുള്ള സാഹചര്യം. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. മാത്രമല്ല പാർട്ടിയുടെ താഴെത്തട്ടുള്ള അണികൾ ആണ് യഥാർത്ഥത്തിൽ വല്ലാതെ വിഷമിക്കുകയും പാർട്ടിയുടെ പോക്കിനെതിരെ പ്രതിരോധം തീർക്കുന്നതിനു വേണ്ടി പാർട്ടിക്കെതിരെ വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട്. മക്കളുടെ രാഷ്ട്രീയത്തിൽ ഒരു അറുതി വരെ സംശയിക്കപ്പെടുന്നത് ഇപ്പോ സഖാവ് വിജയരാഘവനും അതുപോലെ MV ഗോവിന്ദനും ഒക്കെയാണ് പാർട്ടിയുടെ PB അംഗങ്ങളായി. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. അപ്പോ ഇവരെ ഒക്കെ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന ഈ വിമർശനങ്ങൾ ക്രോഡീകരിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്ന് PBയിലും എത്തുമോ, ഈ വിമർശനങ്ങൾ എത്തുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തോന്നുന്ന സാഹചര്യം. എന്നെ സംശയിക്കരുത്. താനല്ലാതെ മറ്റാരുമില്ല, ഈ പിണറായി അല്ലാതെ മറ്റാരുമില്ല എന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴും പാർട്ടി നിൽക്കുകയാണ്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.